മഴക്കാലത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ കെയറിൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ നല്ലതായിട്ട് ബാധിക്കാറുണ്ട്. മഴക്കാലം അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. മഴക്കാലത്ത് ഗർഭിണികൾക്ക് പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ്. ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ചലനം അല്ലെങ്കിൽ സ്ത്രീകൾ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തെന്നി വീഴുന്നതിനും അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത മഴക്കാലത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത് കുറച്ച് സാവധാനത്തിലായിരിക്കുന്നതിനും യോഗ്യമായ പാദരക്ഷകൾ ഉപയോഗിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീണ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള അപകട സാധ്യതകൾ പെട്ടെന്ന് അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ദോഷമായിട്ട് ബാധിക്കും. പിന്നെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാര രീതിയിലുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജലപാനം. മഴയത്ത് വെള്ളം കുടിക്കാൻ എല്ലാവർക്കും കുറച്ച് മടിയാണ്. പക്ഷേ ഗർഭിണികൾ നേരത്തെ പോലെ തന്നെ ധാരാളം വെള്ളം മഴയത്ത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ ശരീരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് അമ്മയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ അത് ഏറ്റവും ശുദ്ധജലമായിരിക്കണം. മലിനജലം കലർന്നുള്ള വെള്ളമൊക്കെ നമ്മൾ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ വന്നിട്ട് നമ്മൾ സങ്കീർണതകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഭക്ഷണ കാര്യത്തിലുള്ള കാര്യമാണ്. മഴക്കാലത്ത് ഹോം മെയ്ഡ് ഫുഡ്സാണ് കൂടുതൽ നല്ലത്. വേറൊന്നും കൊണ്ടല്ല, പുറത്ത് തുറന്നു വെച്ചിരിക്കുന്ന ഫുഡൊക്കെ കഴിക്കും വലിയച്ചെല്ലാം വന്നിരുന്ന പല രോഗങ്ങൾ അതിലൂടെ നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. അതുപോലെ പഴകിയ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്ക രോഗങ്ങളൊക്കെ വരാൻ ധാരാളം സാധ്യതയുള്ള ഒരു സമയമാണ് മഴക്കാലം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിട്ടുള്ളതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. നമുക്കറിയാമല്ലോ, മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ജലദോഷമൊക്കെയാണ്. അപ്പം നമ്മളെ ആയിട്ട് സമ്പർക്കത്തിൽ വരുന്ന പലർക്കും ഇങ്ങനെയുള്ള ഫ്ലൂ പോലുള്ള അസുഖങ്ങളുണ്ടായിരിക്കും. അത് നമ്മളിലേക്ക് പകരുന്നതിന് തടയുന്നതിന് നമ്മൾ മാസ്ക് ധരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എപ്പോഴും ഗർഭിണികൾക്ക് പ്രതിരോധ ശേഷി കുറവായതിനാൽ ഈ ചെറിയൊരു ഫ്ലൂ വന്നാൽ പോലും അത് ചിലപ്പോൾ ന്യൂമോണിയ പോലെ സങ്കീർണമായ അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നമ്മൾ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള മരുന്നുകൾ മഴക്കാലത്ത് നമ്മൾ തുടരണം, ചികിത്സ എടുക്കണം. പിന്നെ പനി പോലുള്ള അസുഖങ്ങൾ വന്നാൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമുക്കറിയാം, ഡെങ്കു ഫീവർ, എലിപ്പനി, ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം മഴക്കാലത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് തടയുന്നതിനായിട്ട് ഇപ്പം കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിന് നമുക്ക് മസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം. അല്ലാതെ തന്നെ ഇപ്പോൾ കൊതുക് നമ്മുടെ പരിസരങ്ങളിൽ വളരാതെ നമ്മൾ വീടും പരിസരവും ശുചിയായും ഡ്രൈ ആയും വയ്ക്കാൻ ശ്രദ്ധിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഏത് അസുഖം നമുക്ക് ഗർഭകാലത്ത് വന്നാൽ വളരെ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. അത് അമ്മയെ മാത്രമല്ല, ഗർഭിണിയെ മാത്രമല്ല, കുഞ്ഞിനെയും ബാധിക്കും. ഇപ്പോൾ രണ്ടുപേരുടെയും ജീവൻ അത് ഭീഷണിയായി മാറുന്നത് കൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഴക്കാലത്ത് മഴയാണെന്ന് പറഞ്ഞ് നമ്മൾ പലരും പറയും മഴയാണ്, ഇപ്പോൾ ഡോക്ടറെ ഒരു മാസം കണ്ടില്ലെങ്കിലും അങ്ങനെ ആരും വീട്ടിലിരിക്കാൻ പാടില്ല. കൃത്യമായ പരിശോധനകൾ നടത്തുകയും നമ്മൾ ചെക്കപ്പുകളൊക്കെ കൃത്യമായി തന്നെ ചെയ്യണം. പക്ഷെ മഴക്കാലത്ത് ഒരു പ്രത്യേക ശ്രദ്ധ നമ്മൾ വേണമെന്നുള്ളത് തന്നെ. കൂടുതൽ യാത്രയൊക്കെ ഒഴിവാക്കുന്നതിന് നല്ലത്. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്കെല്ലാം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മഴക്കാലമാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുക്കണമെന്ന് മാത്രം. ഞാൻ കെയറിൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി.